യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് മലയാളികൾക്ക് പറ്റിയിട്ടുള്ള ഡയറ്റിനെ കുറിച്ച് പറയോ ഡോക്ടർ എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലുള്ളവർക്ക് നമുക്ക് മലയാളികൾക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണ രീതി അതെന്താണ്, എങ്ങനെ നമ്മളുടെ ഇപ്പോഴത്തെ ഭക്ഷണശൈലി മാറ്റി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശൈലിയിലേക്ക് മാറാം, ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അരി ഭക്ഷണം ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്, രാവിലെ പുട്ട്, രാത്രി അധികം ആൾക്കാരും അരി ഭക്ഷണം ആയിരിക്കും കഴിക്കുന്നത്. കേരളം ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട്, തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് മത്സ്യം നല്ല രീതിയിൽ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യവും ചോറും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയറ്റിനെ കുറിച്ചാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പക്ഷെ മത്സ്യം ഉപയോഗിച്ചിട്ട് തന്നെ പല രീതിയിൽ വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാം. ഏകദേശം കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, പക്ഷേ കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള, കുറച്ചും കൂടിയും നമ്മളുടെ ആരോഗ്യത്തിന് പറ്റിയ തരത്തിലുള്ള ഒരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. മെഡിറ്ററേനിയൻ ഡയറ്റും ഇതേപോലെ തന്നെ റൈസും ഫിഷ് ഐറ്റംസും സീ ഫുഡൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഡയറ്റാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലും നമ്മളുടെ ഭക്ഷണശൈലിയും മികച്ചതും ആരോഗ്യപരമാക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് നമുക്കും പറ്റുന്നതെന്ന് പറയാം. മെഡിറ്ററേനിയൻ സീൻ്റെ അടുത്തുള്ള പല രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. ഇപ്പം മെഡിറ്ററേനിയൻ കൺട്രീസിൽ മാത്രമല്ല, ലോകത്തൊട്ടാകെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന, പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റാണ്. പ്രധാനമായിട്ടും ഗ്രീസ്, ഇറ്റലി, സദേൺ ഫ്രാൻസ്, സ്പെയിൻ, ഇത് മാത്രമല്ല പലതരത്തിലുള്ള GCC കൺട്രീസിൽ, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അധികം ആൾക്കാരും ഫോളോ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ്. അതായത് ധാന്യങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പച്ചക്കറികളുണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ ചില തരത്തിലുള്ള ആനിമൽ ഫുഡും ആഡ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫിഷും പൗൾട്രിയാണ്. പക്ഷേ ഡയറി പ്രൊഡക്ട്സ്, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ, ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സൊക്കെ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഈ മെഡിറ്ററേനിയൻ ഡയറ്റിനെ നമുക്ക് പറ്റിയൊരു ഡയറ്റാക്കി മാറ്റാൻ ചില ചെറിയ കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതിയോ. വെള്ള ചോറിന് പകരം ബ്രൗൺ റൈസ് ആക്കണമെന്നും നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് പകുതിയാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി പച്ചക്കറീൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്നതും കൂടുതൽ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ കറീൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഉപ്പേരിയായിട്ട്, വറവായിട്ട്, ഇങ്ങനെ പച്ചക്കറി കഴിക്കുന്നതിന് പകരം നമുക്ക് പച്ചക്കറി ഓരോ നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ എന്തൊക്കെ പച്ചക്കറികളാണോ വീട്ടിലുള്ളത് അത് വെറുതെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടോ സാലഡിൻ്റെ രൂപത്തിലോ കഴിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ പച്ചക്കറികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ക്യാബേജ് ആവാം, ക്യാരറ്റ് ആവാം, ഉള്ളി ആവാം, ക്യാപ്സിക്കം ആവാം. പലതരത്തിലുള്ള ക്യാപ്സിക്കം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. കോളിഫ്ലവർ ആവാം, തക്കാളി ആവാം, ഇലക്കറികളാവാം, മുരിങ്ങേൻ്റെ ഇലയാവാം, ചീരയാവാം. പല തരത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ്റെ രൂപത്തിലോ, ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഒരു കക്കിരിയെങ്കിലും ചെറുതാക്കി മുറിച്ചിട്ടിട്ട് എല്ലാ നേരവും കഴിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് നമ്മളുടെ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ മുൻപേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരം വെജിറ്റബിൾസ് കിട്ടി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കറി കഴിക്കുന്നതോ വറവ് കഴിക്കുന്നതോ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ പച്ചക്കറി കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടണം. ഇനി വെജിറ്റബിൾസ്, ലെഗ്യൂംസ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗത്തിൻ്റെ രൂപത്തിലും വരുന്നുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, കടല, വൻപയർ, ചെറുപയർ, ബീൻസ്. ഇത്തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ അളവിൻ്റെ 1/3 ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടും. ഇത് കറീൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ പുതിർത്തതിന് ശേഷം ബോയിൽ ചെയ്തിട്ടോ ബേക്ക് ചെയ്തിട്ടോ എന്ത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. വൈകുന്നേര സമയത്തോ അല്ലെങ്കിൽ മോർണിംഗ് സ്നാക്സിൻ്റെ സമയത്ത് നട്ട്സ് ആക്കാം. പുറത്തുനിന്നുള്ള പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും കഴിക്കുന്നതിന് പകരം കാഷ്യൂനട്ടോ, വാൾനട്ടോ, ആൽമണ്ട് അല്ലെങ്കിൽ ബദാം, പിസ്ത, പലതരത്തിലുള്ള നട്ട്സ് നമ്മളുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള നട്ട്സ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഘടകമാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് മോഡൽ ചെയ്യാം. അതും നമ്മളുടെ ഭക്ഷണശൈലിയുടെ ഭാഗമാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന നട്ട്സിലും നല്ല രീതിയിൽ പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. omega-3, omega-6 ഇതൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി മെഡിറ്ററേനിയൻ ഡയറ്റ് ചിലവർക്കെങ്കിലും പരിചയമുണ്ടാവും. അധികം ആൾക്കാരും മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് കേൾക്കുമ്പം ആദ്യം ചോദിക്കുന്നത് അന്നപ്പം ഒലിവ് ഓയിൽ ഉപയോഗിക്കേണ്ടേ എന്നുള്ളതാണ്. കാരണം ഗൾഫ് കൺട്രീസിലും മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലൊക്കെ ഒലിവ് ഓയിൽ നല്ല രീതിയിൽ അവർ ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഓയിലാണ്. ഒലിവ് ഓയിലിൽ കൂടുതലായി omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് കുറവാണ്. നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് കോക്കനട്ട് ഓയിലാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണം വറുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതിന് പകരം
വെളിച്ചെണ്ണ നമുക്ക് അല്ലാത്ത രീതിയിൽ കറിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെജിറ്റബിൾസിൻ്റെ സാലഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാക്കുന്ന സമയത്താണ് അതിൽ നിന്നും ട്രാൻസ് ഫാറ്റ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവാണ് കൂടുതലുള്ളത്. ഒലിവ് ഓയിൽ പോലെയല്ല. ഒലിവ് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വളരെ കുറവാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതലുള്ളത്. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക. പോരാത്തതിന് കോക്കനട്ട് ഓയിലിൻ്റെ അളവും ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന 2 ചേഞ്ചസ് മാത്രം വരുത്തിയാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ മോഡൽ നമുക്ക് കേരളത്തിലും പാലിക്കാൻ സാധിക്കും. നമ്മളുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള ഫിഷും കിട്ടാറുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിഷ് നമ്മൾ കറി വെച്ചിട്ട് കഴിക്കാം. പൊരിച്ചിട്ട് കഴിക്കുന്ന കാര്യം മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യുക. കറി വെച്ചിട്ടോ ബേക്ക് ചെയ്തിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ കഴിക്കാം. പൗൾട്രി ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്. മുട്ട കഴിക്കാം. 1-2 മുട്ട നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം. മീറ്റ് കഴിക്കാം. കഴിയുന്നതും റെഡ് മീറ്റിന് പകരം ലീൻ ചിക്കൻ മീറ്റ് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ബീഫ്, മട്ടൺ, പോർക്ക് ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് വല്ലപ്പോഴും കഴിക്കാം. 1-2 ആഴ്ച കൂടുമ്പോഴൊക്കെ കഴിക്കാം. എല്ലാ ദിവസവും മീറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ലീൻ മീറ്റ് ആണ് നല്ലത്. അതായത് ചിക്കൻ പോലത്തെ ബേർഡ്സിൻ്റെ മീറ്റ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഡയറി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കുറവാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ പാല് നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ദിവസം 1 ഗ്ലാസ് പാല് കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം കിട്ടേണ്ട പ്രോട്ടീനിലേക്ക് ആ 1 ഗ്ലാസ് പാലിൽ നിന്ന് തന്നെ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പോരാത്തതിന് പാലിൽ പലതരത്തിലുള്ള മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സും ന്യൂട്രിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് കാൽഷ്യം. മെഡിറ്ററേനിയൻ ഡയറ്റിനെ മോഡൽ ആക്കുന്നതുകൊണ്ട് തന്നെ പാലോ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി ഇത്തരത്തിലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ ഡയറ്റിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു കേരള സ്റ്റൈൽ ഡയറ്റാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനെക്കൊണ്ട് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടാം. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹൈ ബ്ലഡ് പ്രഷർ ഇതൊക്കെ വരാതെ നോക്കാം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളവർക്ക് പാലിക്കാൻ പറ്റിയ നല്ലൊരു ഡയറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പ്രമേഹ രോഗം വരാതെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ലെവലിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. നിങ്ങൾ അരിഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ടും കോക്കനട്ട് ഓയിലിൻ്റെ അളവ് കുറച്ചുകൊണ്ടും ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലും കുറച്ച് നിർത്താൻ സാധിക്കും. നോർമൽ റേഞ്ചിൽ നിർത്താൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ചിന്തിക്കാനുള്ള കഴിവ് അത് നിലനിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, ചിന്തിക്കാനുള്ള കഴിവ് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റിലേക്ക് മാറുന്ന സമയത്ത് പ്രത്യേകിച്ചും അഡൽട്സിനും പ്രായം കൂടുതലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു ഡയറ്റിലേക്ക് മാറുന്നതിനനുസരിച്ച് തന്നെ കോഗ്നിറ്റീവ് പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഗട്ട് മൈക്രോബിയത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മളുടെ വൻകുടലിൽ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നുണ്ട്. അതിൽ ചിലത് നമുക്ക് ബെനിഫിഷ്യലാണ്, ചിലത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മളുടെ വൻകുടലിലുള്ള ഗട്ട് മൈക്രോബിയം അത് അൺഹെൽത്തി ആയിരിക്കും, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബിയം മാറ്റി അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള മൈക്രോബിയം നമ്മളുടെ കുടലിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വെറും 4 ദിവസം ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയോ. കോളൻ ക്യാൻസർ, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും നമ്മളുടെ മെന്റൽ ഫംഗ്ഷൻ, ഡിപ്രഷൻ വരാതിരിക്കാനും കോഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് ഇനി പറയാം. നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിലുള്ള ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് തന്നാലെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പോരാത്തതിന് പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസും ഇതൊക്കെ കാരണം നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി അത് കുറയ്ക്കാൻ സാധിക്കും. ഫ്രീ റാഡിക്കൽസിനെ സ്കാവൻ ചെയ്ത്, ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്ത് ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാക്കുന്ന ഡാമേജസും കുറയ്ക്കാൻ സാധിക്കും. ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തിയിട്ടും ഈ പറയുന്ന ഡയറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ് കാരണമുള്ള ഡാമേജസ് കുറയ്ക്കുന്നതിനനുസരിച്ചും ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തുന്നതിനനുസരിച്ചും നമ്മളുടെ ബോഡിയിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചും നമ്മളുടെ ബോഡിയിൽ വരാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള ക്യാൻസേഴ്സും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഗട്ട് മൈക്രോബിയത്തിനെ പ്രൊമോട്ട് ചെയ്ത് അവരെ ഹെൽത്തി ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയും ഈ പറയുന്ന ചെറിയ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ ചുമ, ജലദോഷം, പനി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതെ നോക്കാൻ
നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ, നമ്മളുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ ഭക്ഷണശൈലിയിൽ ഇത്രയും ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ചേഞ്ചസും ജനറലൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അതായത് എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ വർക്ക് ചെയ്യും. ഇത് മെഡിറ്ററേനിയൻ കൺട്രീസിലുള്ളവർക്ക് മാത്രമല്ല, ലോകത്ത് ഏതൊരു മനുഷ്യനും ഈ പറഞ്ഞ ചേഞ്ചസ് അവരുടെ ഡയറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് സയൻറ്റിഫിക്കലി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡയറ്റിലേക്ക് നിങ്ങൾ മാറുന്ന സമയത്ത് അധികം ആൾക്കാർക്കും പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. ചില ആൾക്കാർ ഹൈലി കമ്മിറ്റഡ് ആണെങ്കിൽ, ഹൈലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവർ ഈ പറയുന്ന ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് അനുഭവിച്ച് തുടങ്ങും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കലും അവർ പഴയ ഡയറ്റിലേക്ക് മാറിപ്പോവില്ല. പക്ഷേ അധികം ആൾക്കാരും അങ്ങനെയല്ല. അവർക്ക് ഈ പറയുന്ന ഡയറ്റ് ഇതിൽ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം, ചോറിൻ്റെ അളവ് കുറയ്ക്കണം, ഫിഷ് പൊരിച്ചിട്ട് കഴിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിർത്തുന്നത് അധികം ആൾക്കാർക്കും സാധിക്കാറില്ല. അപ്പോൾ അവർ 1-2 ആഴ്ചകൾ ഈ പറയുന്ന ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം തിരിച്ച് പഴയ ഡയറ്റിലേക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു ഡയറ്റാണ് ഞാൻ അധികം ആൾക്കാർക്കും റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷേ അവർ പറയുന്ന ചില പ്രോബ്ലംസും കൂടിയും ഇനി എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത്, വീട്ടിലെല്ലാവർക്കും കൂടിയും ഒറ്റ തരത്തിലുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് പലതരത്തിലുള്ള ഭക്ഷണം മാറ്റി ഉണ്ടാക്കാൻ സാധിക്കുക, വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ ബാക്കിയുള്ളവരും ഇല്ലേ എന്നുള്ളതാണ്. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ പുതിയ തരത്തിലുള്ള കറികളോ പുതിയ തരത്തിലുള്ള ഭക്ഷണമോ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് അതിൻ്റെ അളവ് നിങ്ങൾ കഴിക്കുന്നത് കുറച്ചു. പച്ചക്കറികൾ നിങ്ങൾക്കും അരിയാം, നിങ്ങൾക്കും സാലഡ് പോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്യാം. അത് കറിയാക്കണമെന്നില്ല, വറവാക്കണമെന്നില്ല. ഓരോ നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അറ്റ്ലീസ്റ്റ് ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്തും രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്തും ഈ പറയുന്ന സാലഡ്സ്, പച്ചക്കറി നിങ്ങൾക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ ഇത്തരത്തിലുള്ള സാലഡ്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് 1-2 മാസം കൊണ്ടല്ല, കുറച്ച് വർഷങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു ഫാമിലി മെമ്പേഴ്സും അത് കണ്ടിട്ട് നിങ്ങളെ കോപ്പി ചെയ്യാൻ അവരും ശ്രമിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ചേഞ്ചസ് വീട്ടിൽ വേറെ ആരും വരുത്തുന്നില്ല, അവർ വരുത്തിയിട്ടേ ഞാൻ ഈ ചേഞ്ചസ് വരുത്തുള്ളൂ എന്ന് വിചാരിച്ചത് അതിനുവേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ചേഞ്ചസ് തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളിത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലേ അവർക്കും ഇതേപോലെ ആ ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വീട്ടിൽ ഇനിയും ഫിഷ് വാങ്ങിക്കും, മീറ്റ് വാങ്ങിക്കും, ആ സമയത്തൊക്കെ അവർ പൊരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം പൊരിച്ചിട്ട് കഴിക്കുന്ന സമയത്ത്, ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് കൂടുതലാണെന്നും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാനും ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ ചാൻസസ് കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. കറി വെക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുക. ഇത് 1-2 മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിനനുസരിച്ച് കുറച്ചും കൂടിയും ഹെൽത്തി ആവാൻ അവരും ശ്രമിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണമാണ്. നിങ്ങളിത് വാങ്ങിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങിക്കുന്നത് കുറയ്ക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം വീട്ടിലുള്ളവർ കഴിക്കുന്നത്. അവർ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും അത് കഴിക്കാൻ തോന്നും. പ്രോസസ്ഡ് ഭക്ഷണം മാറ്റി വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് കുറച്ചും കൂടി നല്ലത്. ഇത്തരത്തിലുള്ള സ്നാക്സ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പലതരത്തിലുള്ള റെസിപ്പീസും ഫുഡ് ചാനൽസും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത്. ജോലിക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നാക്സിൻ്റെ സമയത്ത് എണ്ണപ്പലഹാരവും ബേക്കറി ഐറ്റംസും കഴിക്കുന്നതിന് പകരം നട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. ഒരു ദിവസം ഒരു പഴം നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് സ്നാക്കിൻ്റെ ടൈമിൽ കഴിച്ചാൽ അതിനെക്കൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവാമെന്ന് മാത്രമല്ല, പലതരത്തിലുള്ള രോഗങ്ങൾ വരാതെ നോക്കാനും ഈ ഒരൊറ്റ ഫ്രൂട്ടിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഫ്രൂട്ട്സിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് എക്സ്പെൻസീവ് ആണെങ്കിൽ നിലക്കടല കഴിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയറ്റ് ഹെൽത്തി ആക്കാൻ നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷനും അവൈലബിൾ ആണ്. അധികം ആൾക്കാർക്കും എങ്ങനെയാണ് അവരുടെ ഡയറ്റ് ഹെൽത്തി ആക്കേണ്ടതെന്നുള്ള കാര്യം അറിയാം. പക്ഷേ അതിൽ ആക്ഷൻ എടുത്തു തുടങ്ങാൻ, അതാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡയറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡയറ്റ് ഇല്ല. ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ ചില ആഹാരം കഴിക്കാൻ സാധിക്കും, ചിലത് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ വയറുവേദന ഉണ്ടാവാം. അപ്പം ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ശരിക്കും വേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഡയറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും നല്ലതായി നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷണം പറ്റും, ഏതൊക്കെ ഫ്രൂട്ട്സ് പറ്റും, ഏതൊക്കെ പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കും, ഏതൊക്കെ നട്ട്സ് കഴിച്ചാലാണ് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്, എന്ത് തരത്തിലുള്ള അരിയാണ് നിങ്ങൾക്ക് നല്ലത്, ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത് നിങ്ങൾ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളത് ഇതുവരെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, നിങ്ങളത് കൃത്യമായി പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഡയറ്റിൽ നിന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് മാറാൻ
ഇൻഫർമേഷൻ പലതും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് സ്വന്തം കണ്ടുപിടിച്ച് അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ പറയുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്കും കണ്ടുപിടിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ഡയറ്റിൽ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് വേണം, നിങ്ങൾക്കൊരു കോച്ചിനെ വേണം, നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ വേണം, ഒരു പേഴ്സണലൈസ്ഡ് ഫിറ്റ്നസ് കോച്ചൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഡോഫോഡിയിലുള്ള പാക്കേജസ് അതിൽ രജിസ്റ്റർ ചെയ്യാം. ഡോഫോഡിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസ് എല്ലാവരും ഒരു ടീമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഡയറ്റ് പേഴ്സണലൈസ്ഡ് ആക്കി മാറ്റാനും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഡയറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് തരാനും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഹെൽത്തി ഫുഡിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ.